أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. قل أنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. صدق الله العظيم. സൂറ ആല ഇമ്രാനിലെ 14-15 ആയത്തുകൾ. സുയ്യന ലിന്നാസി, ജനങ്ങൾക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം അല്ലെങ്കിൽ സൗന്ദര്യം. ചൊർക്ക് എന്ന് നാടൻ മലയാളത്തിൽ പറയില്ലേ. സയ്യന അലങ്കാരമാക്കി, സുയ്യന അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. ലിന്നാസി മനുഷ്യർക്ക്. ഹുബ്ബു ഷഹവാത്തി, ഷഹ്വത്തുകളോടുള്ള ഹുബ്ബ്. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ മോഹം, ഭ്രമം, മാനസികമായ താല്പര്യം എന്നൊക്കെയാണ് അർത്ഥം. ആ താല്പര്യങ്ങളോട് അല്ലെങ്കിൽ മോഹങ്ങളോടുള്ള ഹുബ്ബ്, ഇഷ്ടം, മോഹിക്കാൻ ഇഷ്ടം. നമ്മുടെ ONVയുടെ കവിതയിലുണ്ടല്ലോ, വെറുതെ ഈ മോഹങ്ങളെല്ലാം എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഇങ്ങനെ ഹുബ്ബും ഷഹ്വത്തും ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന രണ്ട് വാക്കുകളാണ്. ഹുബ്ബിനും മോഹം എന്നർത്ഥം പറയാനൊക്കെ പറ്റും. അങ്ങനെ മോഹത്തോടുള്ള ഇഷ്ടം. എന്തിനൊക്കെയുള്ള മോഹത്തോടുള്ള ഇഷ്ടമാണ് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നത്? മിനൻ നിസായി, സ്ത്രീകളോടുള്ള, വൽ ബനീന, മക്കളോട്, വൽ ഖനാത്തീരിൽ മുഖന്തറ, ഖിന്താർ കൂമ്പാരം, ഖനാത്തീർ അതിന്റെ ബഹുവചനം, കൂമ്പാരങ്ങൾ. അൽ മുഖന്തറ കൂമ്പാരമാക്കപ്പെട്ട കൂമ്പാരം. എന്തിൽ നിന്നാണ് കൂമ്പാരമാക്കപ്പെട്ടിരിക്കുന്നത്? മിനദ്ദഹബി, സ്വർണത്താൽ, സ്വർണം കൊണ്ട് കൂട്ടിയ കൂമ്പാരങ്ങൾ എന്നർത്ഥം. വൽ ഫില്ല, വെള്ളിയും. വൽ ഖൈലിൽ മുസവ്വമ, മേത്തരം, ഉയർന്ന തരം കുതിരകൾ. ഖൈല് കുതിര. മുസവ്വമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാൻഡഡ് എന്ന് പറയില്ലേ, മേത്തരം, അടയാളം വെക്കപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. വൽ അൻആമി, വളർത്തുമൃഗങ്ങളോട് അല്ലെങ്കിൽ കാലികളോട്. മൃഗങ്ങൾക്ക് പൊതുവെ ബഹീമത്ത് എന്നാണ് പറയാ, വളർത്തുന്ന മൃഗങ്ങൾക്കാണ് അൻആം എന്ന് പറയാ. വൽ ഹർസി, കൃഷിയോടും. ഇവയോടൊക്കെയുള്ള ഭ്രമം ജനങ്ങൾക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കും. ഇത്തരം വസ്തുക്കളോടുള്ള മോഹത്തോടുള്ള ഇഷ്ടം, ഇതൊക്കെ മോഹിക്കാനുള്ള ഇഷ്ടം ജനങ്ങൾക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, അത് ഐഹിക ജീവിതത്തിന്റെ വിഭവങ്ങളാകുന്നു. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹു ഉണ്ടല്ലോ അവന്റെ അടുത്തുണ്ട് ഇതിനേക്കാളും നല്ല മആബ്, ഹുസ്നുൽ മആബ്, നല്ല സങ്കേതം, ചെന്നു ചേരാനുള്ള സ്ഥലം, അല്ലെങ്കിൽ മടങ്ങിപ്പോകാനുള്ള സ്ഥലം എന്നാണ് മആബ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ആബ, മടങ്ങി. ഖുൽ, നബിയെ പറയൂ,
അല്ലെങ്കിൽ ചോദിക്കൂ. ആ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിഖൈരിൻ മിൻ ദാലിക്കും, അതിനേക്കാൾ ഗുണകരമായത് അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായത്, ലില്ലദീന തഖൗ, തഖ്വ പുലർത്തിയവർക്ക് ഉള്ളത്, ഇൻദ റബ്ബിഹിം, തഖ്വ പുലർത്തിയവർക്കുണ്ട്, ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അടുത്ത്, ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ജന്നാത്തുൻ തോട്ടങ്ങൾ, തജ്രീ മിൻ തഹ്തിഹ അതിന്റെ താഴ്വാരത്തുകൂടി ഒഴുകുന്നു, അൽ അൻഹാറു ആറുകൾ, ഖാലിദീന ഫീഹ ആ തോട്ടങ്ങൾ അവർക്ക് നൽകിയിരിക്കുന്നത് സ്ഥിര വ്യവസ്ഥയിലാണ്, അഥവാ അവർ എന്നും അതിലായ അവസ്ഥയിലാണ്. വഅസ്വാജുൻ മുതഹറത്തുൻ പരിശുദ്ധകളായ ഇണകളും, വരിദ്വാനും മിനല്ലാഹ് അള്ളാഹുവിൽ നിന്നുള്ള റിദ്വാനും, തൃപ്തി, വല്ലാഹു ബസീറും ബിൽ ഇബാദ് അള്ളാഹു അവന്റെ അടിമകളെ കുറിച്ച് സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണ്. ബസർ കാഴ്ചയാണ്, ബസീർ സൂക്ഷ്മമായി കാണുന്നവൻ അല്ലെങ്കിൽ എല്ലാം കാണുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ബിൽ ഇബാദ് അടിമകളെ കൊണ്ട് അഥവാ അടിമകളുടെ കാര്യത്തിൽ എന്നർത്ഥം. ഈ ആയത്ത് എന്തിനാണ് പറയുന്നത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അത് മനസ്സിലായാൽ ബാക്കി എന്താണ് പറയുന്നത് എന്നും മനസ്സിലാകും. ഇവിടെ തൊട്ട് മുമ്പ് രണ്ട് വിഭാഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖദ്കാനലക്കും ആയത്തുൻ ഫീ ഫിഅത്തൈനിൽ തഖത്ത എന്ന് പറഞ്ഞിട്ട് ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ, അതിൽ കണ്ണുള്ളവർക്ക് പാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ അല്ലാഹു. ബദറിൽ ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗങ്ങളെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹു തന്നെ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് അവിടെ തന്നെ പറഞ്ഞു, നിഷേധികൾക്ക് അവരുടെ ശക്തി കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രണ്ടാമത്തത്, ആ നിഷേധികളായ ആളുകൾ അവരെ എന്താണ് അബൂജഹലിന്റെ കൂടെ വരുത്തിയിരിക്കുന്നത്? അത് ഹുബ്ബു ഷഹവാത്തിയാണ്. അഥവാ അബൂജഹൽ അവർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ യുദ്ധത്തിന് വന്നാൽ കിട്ടുന്നത് അവരുടെ ഭൗതികമായ നേട്ടങ്ങളാണ്. അത് ആസ്വദിച്ചുകൊണ്ടാണ് അവർ വന്നിരുന്നത് തന്നെ. ഷഹ്വത്ത്, ഈ വൈകാരികമായ ആസ്വാദനങ്ങളുമായിട്ടാണ് ആ സൈന്യം വന്നത് തന്നെ. അതിൽ പെണ്ണുങ്ങളുണ്ടായിരുന്നു, അതിൽ കള്ളുണ്ടായിരുന്നു, പിന്നെ അതിൽ ഈ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന മോഹമുണ്ടായിരുന്നു. ഇങ്ങനെ അവരുടെ ആ ഭൗതിക പ്രമത്തതയുടെ ഒരു പ്രദർശനം, ഒരു ഡിസ്പ്ലേ ആയിരുന്നു അബൂജഹലിന്റെ സൈന്യത്തിന്റെ സ്വഭാവം. എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത്? അത് അവരിപ്പൊ തീരുമാനിച്ചതാണോ? അല്ല, മനുഷ്യന്റെ ഹൽക്കിലെ ഉള്ളതാണ് ഇത്തരം വസ്തുക്കളോടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു താല്പര്യം എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു തരികയാണ്, അത്ര ഹരംഭകരുന്ന ഒരു സംഗതിയാണല്ലോ ഈ ദുനിയാവിലെ ഈ എണ്ണിപ്പറഞ്ഞ വിഭവങ്ങൾ. പക്ഷേ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ അടുത്തുള്ളത് അതിനേക്കാൾ സന്തോഷകരമായതാണ്. ഇത് പറയാനാണ് നോക്കൂ നിങ്ങൾ ആ രണ്ട് വിഭാഗങ്ങളെ. രണ്ടാമത്തെ വിഭാഗം സത്യവിശ്വാസികളാണ്, അല്ലെങ്കിൽ ആദ്യത്തെ വിഭാഗം ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലിൽ, അവർക്ക് ഇതൊന്നും ഇല്ല. അപ്പൊ പ്രത്യക്ഷത്തിൽ നോക്കുന്ന ഒരു ഭൗതികൻ കാണുക, ഇതെന്ത് സംഭവമാണ്? ഇവരുടെ ദീൻ അംഗീകരിച്ചതോടുകൂടി മനുഷ്യന്മാരൊക്കെ സന്യാസികളായിപ്പോയോ? ഒന്നുമില്ലേ? മറ്റവരെ കാണാൻ എന്ത് രസമുണ്ട്? ഇങ്ങനെയാണ് രണ്ട് വിഭാഗങ്ങളെ കാണുക. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്? അവർക്ക് ആ കിട്ടുന്നതിനേക്കാളും വലുത്, അതിനേക്കാളും മനോഹരമായത്, അതിനേക്കാളും സന്തോഷകരമായത് കിട്ടാൻ വേണ്ടിയാണ് ഇവർ ഫീ സബീലില്ലയിൽ തഖ്വയോടുകൂടി അണിനിരന്നിരിക്കുന്നത്. ഇത് കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ആയത്ത് ഇവിടെ പറയുന്നത്.
ഇനി നമുക്ക് അതിലെ ഓരോ കാര്യങ്ങൾ വേറെ പരിശോധിക്കാം. അതിൽ അല്ലാഹു തആല പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യർക്ക് ഹുബ്ബ് ആക്കിയിരിക്കും, മനുഷ്യർക്ക് ഹുബ്ബ് അലങ്കാരമാക്കിയിരിക്കുന്നു. എന്തിനൊക്കെ? സ്ത്രീയോട് ഇഷ്ടം വേണം. ഇത് മനുഷ്യ പ്രകൃതിയിൽ തന്നെ പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് സുയ്യിന എന്ന് പറഞ്ഞ. ആരാണ് അലങ്കാരമാക്കിയിരിക്കുന്നത്? ആരാണോ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ തന്നെയാണ്. എന്തിനാണ് അലങ്കാരമാക്കിയിരിക്കുന്നത്? ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിന്റെ വിഭവങ്ങളാണ് അതൊക്കെ. അതൊക്കെ നടക്കണം, അതൊക്കെ നടക്കേണ്ടതുണ്ട്. എന്തൊക്കെ നടക്കണം? ഇപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാലോ. നിശ്ചിത പ്രായമെത്തിയിട്ടും കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരു യുവാവ്, അവനെ എന്തിനു കൊള്ളാം? അങ്ങനെ മനുഷ്യരെല്ലാവരുമായാൽ മനുഷ്യ സമൂഹത്തിന്റെ തന്നെ അവസ്ഥ എന്താകും? കല്യാണം കഴിഞ്ഞാൽ സന്തതികൾ ഉണ്ടാകണം, വിവാഹത്തിന് ശേഷം മക്കളുണ്ടാകണം എനിക്ക് എന്ന ഒരു മോഹമില്ലാത്ത ഭാര്യാഭർത്താക്കന്മാർ, അവരെ എന്തിനു കൊള്ളാം? ഈ മനുഷ്യ സമൂഹം നിലനിൽക്കുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് മോഹിക്കുന്ന ആളുകളിലൂടെയാണ്. അതുപോലെ സമ്പത്ത്, ഇപ്പൊ തീരെ സമ്പാദിക്കാനൊന്നും മോഹമില്ലാത്ത, വല്ല കഞ്ഞിയും കുടിച്ച് എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സമൂഹത്തിൽ നമുക്കറിയാലോ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പുരോഗതിയും വികസനവും സാധ്യമാക്കിയത് പണമുണ്ടാക്കണമെന്ന മനുഷ്യന്റെ താല്പര്യത്തിലൂടെയാണ്. അങ്ങനെ താല്പര്യം എടുത്തവരാണ്. കാരണം ഇത് അല്ലാഹു തആല ഐഹിക ജീവിതം നടക്കാൻ തന്നെ മനുഷ്യനിൽ നിക്ഷേപിച്ച ഒരു സംഗതിയാണ് ഇതിനോടൊക്കെ ഉള്ള താല്പര്യം എന്ന് പറയുന്നത്. അത് ആളുകൾക്ക് വേഗം മനസ്സിലാകുന്ന ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ. സ്ത്രീ, മക്കള്, സമ്പത്ത്. സമ്പത്ത് പറഞ്ഞപ്പോ സമ്പത്ത് എന്ന് പറയാതെ കൂമ്പാരം കൂട്ടിവെക്കപ്പെട്ട സ്വർണവും വെള്ളിയും. ഇപ്പൊ സ്വർണവും വെള്ളിയും ആകണമെന്നില്ല, ആകുകയും ചെയ്യാം. വേണമെങ്കിൽ ബാങ്ക് ബാലൻസ് ആകാം, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ അക്കൗണ്ട് ബാലൻസ് എന്നൊക്കെ നമ്മളിപ്പോ പറയാൻ വേണമെങ്കിൽ. പിന്നെ പറഞ്ഞത് വൽ ഖൈലിൽ മുസവ്വമ, ബ്രാൻഡഡ് വാഹനങ്ങളാണ്. വാഹനങ്ങൾ എന്ന് പറയുന്നതിന് പകരം അന്ന് മേത്തരം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന മേത്തരം സാധനങ്ങൾ വാഹനമായിട്ടുള്ളത് മുന്തിയ കുതിരകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അത്തരം സാധനങ്ങളെ പുകഴ്ത്തി പറഞ്ഞതൊക്കെ ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. വൽ അൻആമി വൽ ഹർസി, കൃഷിയും കാലികളും കൃഷിയും. അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഇളവ് കിട്ടും. അങ്ങനത്തെ മോഹങ്ങളൊന്നുമില്ല, കൃഷിയൊന്നും വേണ്ട. അതുപോലെ കാലി വളർത്തൽ, അതൊക്കെ നമുക്ക് നടക്കുന്നത് ഈ ഒരു കോമഡിയാണ് യഥാർത്ഥത്തിൽ. അത് പാല് എല്ലാവർക്കും വേണം, പക്ഷെ കാലി ആർക്കും വേണ്ട. കാർഷിക വിഭവങ്ങൾ അത് നല്ല ജൈവ പച്ചക്കറിയും ജൈവ കൃഷി ചെയ്ത ധാന്യങ്ങളും അങ്ങനെ ഒരുപാട് വർത്തമാനങ്ങളുണ്ട്. പക്ഷെ കൃഷി ആർക്കും നടക്കില്ല. ഇത് സാധ്യമാകുന്നത് ഇങ്ങനെ കൃഷി വേണ്ട, അരി വേണം എന്നും ധാന്യങ്ങൾ വേണം എന്നും എല്ലാം വേണം, എല്ലാ വിഭവങ്ങളും വേണം, കൃഷി ചെയ്യാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയുന്നത് കുറെ ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ചാണകത്തിലും ചേറിലും ചളിയിലും വെയിലും മഴയും ഒക്കെ കൊണ്ട് കൃഷിയും കന്നുകാലികളും ഒക്കെയായി ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുകൂടി നമ്മെപ്പോലെ ഇസ്തിരിയിട്ട മാന്യന്മാർ ആകുന്നത് വരെ ഈ മോഹം നിലനിൽക്കുകയുള്ളൂ. ബംഗാളിൽ നിന്നൊക്കെ അരി ധാരാളമായി കൃഷി ചെയ്തിരുന്ന നമ്മൾ ഗൾഫിൽ പോയി. ബംഗാളില് അതുപോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ വന്ന് പെയിന്റ് പണിക്കും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ അവിടെ പോയി സമ്പാദിക്കുന്നുണ്ട്. അതോടുകൂടി സംഭവിക്കുന്നത് അവിടുത്തെ കൃഷിപ്പണിക്ക് ആളില്ലാതെയാകുകയാണ്. ആ കൃഷിപ്പണിക്ക് ഇപ്പോ ഗൾഫിൽ പോയ മോനെ ഇവിടുത്തെ വാപ്പാനോട് വന്ന് പറഞ്ഞത്, വാപ്പ ഇനി കൃഷിയൊന്നും നടത്തണ്ട, വെറുതെ ചേറിലും ചാണകത്തിലും നടക്കണ്ട, നമ്മള് വേണ്ട പൈസ ഞാൻ തരാ എന്നാണ്. ഇതേ വർത്തമാനമാണ് ബംഗാളിൽ പോയിട്ടും പറയുന്നത്. വലിയ അരി കൃഷി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്ന സംഗതി മാത്രമാണ്.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിൽ അള്ളാഹു അലങ്കാരമാക്കി വെച്ചതാണ് കന്നുകാലികളോടും കൃഷിയോടും ഒക്കെയുള്ള താല്പര്യം എന്ന് അള്ളാഹു പറയാണ്. എന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്? അവിടെയാണ്. ഇതൊന്നും വേണ്ടാത്ത കാര്യമായിട്ട് അള്ളാഹു താല പറയുന്നില്ല. ഇതൊക്കെ വേണ്ട കാര്യങ്ങളാണ്. കല്യാണം കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടാവണം, പിന്നെ സമ്പാദിക്കണമെന്ന് താല്പര്യം ഉണ്ടാവണം, വിഭവങ്ങൾ വേണമെന്ന് താല്പര്യമുണ്ടാകണം, ബാലൻസ് വേണമെന്ന് താല്പര്യമുണ്ടാകണം. അതൊക്കെ ആണ് മനുഷ്യനെ മനുഷ്യ ജീവിയാക്കുന്നത്. പക്ഷെ അതിനെ എവിടെ നിർത്തണം? ദാലിക മതാഉൽ ഹയാത്തി ദുനിയ. അതൊക്കെ ഐഹിക ജീവിതത്തിന്റെ വിഭവങ്ങളാണ്. ഇതിൽ ഓരോന്നിനെ കുറിച്ചും ഖുർആനിലും ഹദീസിലും ഒരുപാട് വർത്തമാനങ്ങളുണ്ട്. ഉദാഹരണമായി സ്ത്രീ, അദ്ദുനിയ മതാഉൻ വ ഖൈറു മതാഇഹ അൽ മർഅത്തു സാലിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുനിയാവ് എന്ന് പറയുന്നത് തന്നെ ഒരു വിഭവമാണ്. അതിലെ മുന്തിയ വിഭവം സാലിഹായ ഭാര്യയാണ്. ഇങ്ങനെ പിന്നെ സ്ത്രീ, അതുപോലെ സമ്പത്ത്, ഇങ്ങനെയുള്ളതൊക്കെ അലങ്കാരങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുകയാണ്. ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഐഹിക ജീവിതത്തിനുള്ളതാണ് അത് എന്ന പരിധിയിൽ നിന്ന് അതിനെ മുന്നോട്ട് വിട്ടുകൂടാ എന്നർത്ഥം. അതെന്താണ് ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ? ഈ താൽക്കാലികമായ ജീവിതത്തിൽ ആവശ്യമുള്ളത് അഥവാ ജീവിക്കാനുള്ളതാണ് സമ്പത്ത്. സമ്പത്തിന് വേണ്ടി ഉള്ളതല്ല ജീവിതം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇളാഫത്ത്, ദാലിക മതാഉൽ ഹയാത്തി ദുനിയ. ഐഹിക ജീവിതത്തിന്റെ മതാഴ് ആണ്. ഐഹിക ജീവിതം അതിനുള്ളതാണ് എന്നല്ല, ഇതിന്റെ ഒരു ഉപകരണമാണത്, ഇതിന്റെ ഒരു സബ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യമാണത് എന്ന നിലക്കാണ് അള്ളാഹു താല അത് പറയുന്നത്. ഐഹിക ജീവിതം മുന്നോട്ട് പോകാൻ, അല്ലാതെ ഐഹിക ജീവിതം അതിനു വേണ്ടിയുള്ളതല്ല. അത് തിരിച്ചു പറയായിരുന്നല്ലോ, ദാലിക്കൽ ഹയാത്തു ദുനിയ, അതാണ് ഐഹിക ജീവിതം. അങ്ങനെയല്ല. ഇങ്ങനെ ആണെങ്കിൽ അത് ഗുണകരമായി തീരും. ഐഹിക ജീവിതം അതിനു വേണ്ടിയാണെന്ന് തീരുമാനിക്കുന്നതോടുകൂടി മനുഷ്യൻ നശിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തുടർന്ന് അള്ളാഹു വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിന്റെ അടുത്തുള്ള ആണ് മടങ്ങിപ്പോകാനുള്ള ഇതിനേക്കാളും നല്ല സ്ഥലം അവിടെയാണുള്ളത്. അഥവാ ഇത് ജീവിതമാണ്, അല്ലെങ്കിൽ ഉപജീവനമാണ്. ജീവനം വേറെ വരുന്നുണ്ട് എന്നർത്ഥം. ഇങ്ങനെ ഇതിൽ ആളുകൾക്കുള്ള താല്പര്യം, അത് നിലനിർത്തുവാൻ വേണ്ടി അവർ നടത്തുന്ന ഗംഭീരമായ പോരാട്ടം, ഇങ്ങനെയൊക്കെ പിന്നെ അതിനുവേണ്ടി മരിക്കാനും അവർ തയ്യാറ്, ഇങ്ങനെയൊക്കെ വന്ന സൈന്യം. അതേ സമയത്ത് അള്ളാഹുവിൻ്റെത് മോഹിച്ച് അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന സത്യവിശ്വാസികൾ, അവർക്ക്, ഈ വേറിട്ട് നിൽക്കുന്നവർക്ക് മറ്റവരെ ആസ്വദിക്കുന്നതിനേക്കാളും വലുതുണ്ട് എന്നതാണ്. അതാണ് മആബ് എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് അത് വിശദീകരിക്കുകയാണ്. നബിയെ അവരോട് ചോദിക്കൂ, അതിനേക്കാളും മുന്തിയതിനെ കുറിച്ച് നിങ്ങൾക്ക് ഗുണകരമാക്കുന്നത്, അഥവാ ഇതിനു വേണ്ടി ഈ അബൂജഹലിന്റെ സൈന്യം പൊരുതാൻ വന്നിരിക്കുന്നത് ഇതൊക്കെ മോഹിച്ചിട്ടാണ്. അങ്ങനെ അതിനേക്കാളും നല്ലത് ഞാൻ പറഞ്ഞു തരട്ടെയോ? ആ മനുഷ്യന്മാര് ചാകാൻ നടക്കുന്നത് ഇതിനു വേണ്ടിയാണ്. പക്ഷേ അതിനേക്കാളും മുന്തിയത്, അഥവാ നിങ്ങൾക്ക് ജീവത്യാഗം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാകണം? അത് ദുനിയാവിന് വേണ്ടിയാവരുത്, പകരം ഫീ സബീലില്ലയിലാകണം. എന്നാൽ കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ എന്നാണ് ചോദ്യത്തിന്റെ മർമ്മം. ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, മുത്തഖികൾക്ക് റബ്ബിന്റെ അടുത്തുള്ളത് വിശദീകരണം ആവശ്യമില്ലാതെ നമുക്ക് മനസ്സിലാകുന്നതാണ്. ജന്നാത്തു അദ്നിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ, സ്ഥിര സ്വർഗം. വ അസ്വാജു മുതഹറ, പരിശുദ്ധകളായ ഇണകൾ. ഇവിടെ യുദ്ധത്തിലുള്ളവർ ആസ്വദിക്കുന്നത് ഏതൊക്കെയോ അടിമപ്പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടാണ്. ഇതങ്ങനെയൊന്നുമല്ല. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സും ഭാവനയിൽ കണ്ടിട്ടില്ലാത്ത എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശദീകരിച്ചത്. വരിളുവാനും മിനല്ലാഹ്, സർവോപരി അള്ളാഹുവിന്റെ റിള, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. സത്യവിശ്വാസികളെ കുറിച്ച് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞു. അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ അവരും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. മുഅ്മിനിനെ മരിപ്പിക്കുന്നത് റാളിയത്തൻ മർളി, ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയത്തൻ മർളിയ. സ്വർഗത്തിലെത്തിയ വിശ്വാസികളോട് അള്ളാഹു തആല ചോദിക്കുമത്രേ, നിങ്ങൾക്ക് തൃപ്തിയായോ?
അതില് അവരുടെ മറുപടി വമാലനാ ലാ നർളാ വഖദ് അഅതൈനാ വലം തുഅതി അഹദൻ മിൻ ഖൽഖിക. പടച്ചവന് അതെന്ത് ചോദ്യമാണ്, ഞങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ ഞാൻ ആർക്കാ തൃപ്തിയാകുക? കാരണം ഇതിലും മുന്തിയത് വേറെ ആർക്കും നീ കൊടുത്തിട്ടില്ലല്ലോ. ഫയഖൂലു അന ഉഅതീകും അഫ്ളലു മിൻ ദാലിക, അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. ഖാലൂ യാ റബ്ബനാ റഅാ ശൈഉൻ അഫ്ളലു മിൻ ദാലിക, ഇതിനേക്കാളും മുന്തിയത് ഉണ്ടോന്ന്. ഫയഖൂലു ഉഹില്ലു അലൈക്കും റിളവാനി ഫലാ അസ്ഖത്തു അലൈക്കും ബഅദഹു അബദാ, ഞാനിതാ എന്റെ തൃപ്തിയെ നിങ്ങൾക്ക് നേരെ അഴിച്ചു വിടുകയാണ്, ഇനി ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല. ഇതാണ് റിളവാനും മിനല്ലാഹ് എന്ന് പറഞ്ഞത്. ഒരിക്കലും അള്ളാഹുവിന്റെ കോപം നിങ്ങൾക്ക് എന്നും തൃപ്തിയിൽ കഴിയാം. ആരുടെ തൃപ്തി? ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ തൃപ്തിയിൽ കഴിയാം. ഇതാണ് അതിനേക്കാളും മുന്തിയ, സ്വർഗത്തെക്കാളും മുന്തിയത്. കാരണം അള്ളാഹുവിന്റെ തൃപ്തിയുടെ ഒരു ഇനം മാത്രമാണ് സ്വർഗം എന്ന് പറയുന്നത് എന്ന് അള്ളാഹു തന്നെ വിശദീകരിക്കുകയാണ്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അത് ആർക്കൊക്കെ എത്രയൊക്കെയാണ് തൃപ്തി വിഭവങ്ങൾ നൽകേണ്ടത് എന്ന് അവരെ സൂക്ഷ്മമായി അവരുടെ അർഹതക്കൊത്ത് പരിഗണിക്കുവാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്ന് സൂചിപ്പിക്കാനാണ് വല്ലാഹു ബസീറും ബിൽ ഇബാദ് എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരായത്തിൽ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനോട് അത് പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ നമുക്ക് 3 ചോദ്യം ചോദിച്ചാൽ മതി. ഒന്ന്, ആയത്തിൽ എന്താണ് പറയുന്നത്? 2, ആയത്തിലൂടെ അള്ളാഹു എന്താണ് പറയുന്നത്, ആയത്തിലൂടെ എന്താണ് പറയുന്നത്? 3, ആയത്ത് എന്തിനാണ് ഇവിടെ പറയുന്നത്? ആയത്തിൽ പറഞ്ഞത് എന്താണ്? മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെയാണ്. ആ വിഭാഗങ്ങളെ നോക്കുമ്പോൾ കാണുന്നവരോടാണ് ഈ ചോദ്യം എന്ന് മനസ്സിലാക്കിയ വേഗം മനസ്സിലാകും. കണ്ടില്ലേ, അബൂജഹലിന്റെ പാർട്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാർട്ടിയും തമ്മിൽ പൊരുതിയതിപ്പോ കണ്ടില്ലേ? അതിലൂടെ എന്താ പറയണത്? എന്താ? മനുഷ്യർക്ക് ഇങ്ങനെയാണ്. മനുഷ്യർക്ക് ദുനിയാവിലെ വിഭവങ്ങളോട് വലിയ താല്പര്യമാണ്. അത് അവരുടെ അസ്ലിൽ ഉള്ളത് തന്നെയാണ്. അതിനുവേണ്ടി കൊല്ലാനും ചാകാനും വരെ അവർ സന്നദ്ധരാകും. 2, ആയത്തിലൂടെ അള്ളാഹ് പറയുന്ന കാര്യം എന്താണ്? ഇതൊക്കെ ഐഹിക ജീവിതത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, അല്ലാതെ ജീവിതം അതിനു വേണ്ടി തൊലക്കാനുള്ളതല്ല. മുത്തക്കികളായ ആളുകൾക്ക് അതിലും വലുത് കിട്ടാനുണ്ട് അള്ളാഹുവിന്റെ അടുത്ത്. അത് സ്വർഗമാണ്. സ്വർഗത്തെക്കാളും വലുതുണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. ഇവിടെ ഇത് പറയുന്നത് എന്തിനാണ്? ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള, ആ 2 വിഭാഗങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള ഇബ്റത്ത് എന്ന നിലയിലാണ്, അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന നിലയിലാണ് അവർ പൊരുതുന്നത്. അവർ കൊല്ലാനും ചാകാനും നടക്കുന്നത് ഈ മദ്യമദിരാക്ഷിക്ക് വേണ്ടിയാണ്. അതേ സമയത്ത് അതിനേക്കാളും മുന്തിയത് കിട്ടാനുണ്ട് എന്ന ഗുണപാഠം ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത് പറഞ്ഞത്. ഇത് പരിശുദ്ധ ഖുർആനിലെ ഏതായത്തിനും ബാധകമാണ് ഈ 3 ചോദ്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദറാ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.